ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ചക്ക വെച്ചിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ജാക്ക്ഫ്രൂട്ട് വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നല്ല ടേസ്റ്റി സ്പോഞ്ചി ആയിട്ടുള്ള സോഫ്റ്റ് ചക്ക വട്ടയപ്പം ഉണ്ടാക്കാം. ഇഡ്ഡലി റൈസ് വെച്ചിട്ടാണ് ഞാനിവിടെ ചക്ക വട്ടയപ്പം ഉണ്ടാക്കുന്നത്. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ റൈസ് സോക്ക് ചെയ്യണം. ഞാനിവിടെ 2 കപ്പ് ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക. കുതിർത്തിയെടുത്ത റൈസ് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. ഇപ്പോൾ മാവ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത മാവിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ മാവ് എടുത്ത് 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഈ മിക്സ് ചെയ്തെടുത്ത മാവ് നമുക്ക് കുറച്ച് നേരം ഗ്യാസിൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് നന്നായി കുറുക്കിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായി കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയ ശേഷം നേരത്തെ അരച്ച് വെച്ച അരിയുടെ കൂടെ നമുക്ക് മിക്സിയിലിട്ട് ഒന്നുകൂടി അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായ ശർക്കരയും ഞാൻ ചേർക്കുന്നുണ്ട്. ശർക്കര പൊടിച്ചതോ പഞ്ചസാരയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ഈസ്റ്റും ചേർക്കാം. എല്ലാ ചേരുവകളും ചേർത്ത ശേഷം നന്നായി മാവ് ഇതേപോലെ അരച്ചെടുക്കുക. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇത് കുറച്ച് വലിയ പാത്രത്തിൽ ഒഴിച്ച് വെച്ചോളൂ, കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ അത് പൊന്തി വരും. ഇവിടെ എനിക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് യൂസ് ചെയ്ത കാരണം എനിക്ക് 2 മണിക്കൂറാകുമ്പോഴേക്കും ഇത് നന്നായി പൊന്തി വന്നു. സാധാ ഈസ്റ്റ് ആണെങ്കിൽ ഒരു 4 മണിക്കൂറാകുമ്പോൾ നന്നായി പൊന്തി വരും. ഈ പൊന്തി വന്ന മാവ് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഒഴിച്ച് ആവി കയറ്റിയെടുത്താൽ നമുക്ക് നല്ല ശർക്കര വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഈ മാവ് ഇതേപോലെ പൊന്തി വന്ന ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചക്ക അരച്ച് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ചക്ക എടുത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും 1 ഏലക്കായും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. പഴുത്ത ചക്ക ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. ഈ അരച്ചെടുത്ത ചക്കയുടെ പേസ്റ്റ് നമ്മൾ ഈ വട്ടയപ്പത്തിൻ്റെ മാവിൽ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ അപ്പം കുക്ക് ചെയ്തെടുക്കുന്നത് സ്റ്റീമറിലാണ്. ഞാനിവിടെ ഇഡ്ഡലി സ്റ്റീമറാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് സ്റ്റീം വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. സ്റ്റീം വന്നതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിൽ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് ഇതേപോലെ ഇളക്കി വയ്ക്കുക. അതിലേക്ക് വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്ലേറ്റിൽ ഫുള്ളായിട്ട് മാവ് ഒഴിക്കില്ല. കുറച്ച് സ്ഥലം അത് പൊങ്ങാൻ വേണ്ടി വയ്ക്കുക. പിന്നെ അത് സ്റ്റീമറിൽ ഒരു 10-20 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുക. ഈ ചക്ക വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്റ്റീം വരുമ്പോൾ തന്നെ നല്ല ചക്കയുടെ നല്ല സ്മെല്ലുണ്ടായിരിക്കും. നല്ല ടേസ്റ്റിയുമാണ്. പിന്നെ ചൂടാറിയ ശേഷം നമുക്ക് അപ്പം ഒരു പ്ലേറ്റിലിട്ട് മുറിച്ച് ഇതുപോലെ പീസുകളാക്കി കഴിക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചക്ക വട്ടയപ്പം ഇവിടെ റെഡിയായി.
ഇനി നമുക്ക് ഈവനിങ്ങിലെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു സ്നാക്ക് പെട്ടെന്ന് ചായ വയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിലിരിക്കുന്നതിനും ഇതിൻ്റെ ടേസ്റ്റ് ഒരു ചെറിയ കപ്പ് കേക്കൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. ഇതിന് ഓയിലൊന്നും വേണ്ട. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ വട്ടയപ്പത്തിൻ്റെ സെയിം ആ ബാറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഇന്നലെ വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് ആ ബാറ്റർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു. അതിൽ കുറച്ചും കൂടി ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട്. ശർക്കരയോ പഞ്ചസാരയോ കുറച്ചും കൂടി മധുരത്തിന് വേണ്ടിയിട്ട് അത് ആഡ് ചെയ്തതാണ്. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സെയിം പാനാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിലോ ഗീയോ, അപ്പോൾ ഞാൻ ഗീ ആണ് കുറച്ച് വെറുതെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ വട്ടയപ്പത്തിൻ്റെ ബാറ്ററിൽ വേണമെങ്കിൽ കുറച്ച് തേങ്ങ നമുക്ക് നെയ്യിൽ വറുത്ത് ഉണ്ണിയപ്പത്തിലൊക്കെ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് കേക്കിൻ്റെ ഒരു ടേസ്റ്റിൽ ഇത് വരും. മാവ് ഇതേപോലെ ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ഇത് നന്നായി വരും. ഇത് അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ എല്ലാ ഉണ്ണിയപ്പവും നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അങ്ങനെ അധികം ഓയിലൊന്നും ഇല്ലാത്ത ഒരു ഉണ്ണിയപ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് മറിച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സൈഡ് തന്നെ ഇരുന്ന് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നന്നായി വെന്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മനസ്സിലാവും. അപ്പം നമുക്ക് പെട്ടെന്ന് ചായക്ക് കഴിക്കാൻ പറ്റിയ ഒരു ചക്ക വെച്ചിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറായി. ഇനി നമുക്ക് ചക്ക വെച്ചിട്ട് നല്ലൊരു ടീ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഓവണൊന്നും ഇല്ലാതെ ബീറ്റർ ഓവണോ ഒന്നും വേണ്ട. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കിച്ചണിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മെഷറിങ്ങിനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരു 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, കുറച്ച് ബേക്കിംഗ് സോഡ, ഒരു 2 പിഞ്ച് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു അരിപ്പയിൽ 1-2 വട്ടം ഒന്ന് അരിച്ചെടുക്കണം. 1/2 കപ്പ് പഞ്ചസാര നമുക്കിതേപോലെ എടുത്ത് കാരമൽ സിറപ്പാക്കി എടുക്കാം. കാരമൽ സിറപ്പ് ചൂടാകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് ബേക്ക് ചെയ്യേണ്ട ടിന്നിൽ കുറച്ച് ഓയിലെല്ലാം സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പറെല്ലാം വെച്ച് ശരിയാക്കി എടുക്കാം. ചക്ക കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു 5 പീസ് ചക്ക എടുത്തിട്ട് അതിൻ്റെ കൂടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. പഞ്ചസാര ഇട്ട് അരയ്ക്കുമ്പോൾ നന്നായി അരഞ്ഞ് കിട്ടും. ഈ ചക്ക പേസ്റ്റിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമൽ സിറപ്പ് ഒഴിച്ച് ഒന്നുകൂടി നന്നായി അരച്ചെടുക്കുക. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. പിന്നെ 3/4 കപ്പ് ഓയിലും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. നേരത്തെ അരച്ച് വെച്ചിരുന്ന ചക്ക പേസ്റ്റും ഈ മുട്ടയും ഓയിലും കൂടി അരച്ച് വെച്ചതും ഒരുമിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം, നല്ല കട്ടിയുള്ളൊരു പാത്രം ഇതേപോലെ നമുക്ക് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ഗ്യാസ് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ 2 മിക്സുകളും ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് ഇതേപോലെ പതുക്കെ യോജിപ്പിച്ചെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 2 സ്പൂൺ പാലൊഴിച്ച് ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കാം.
ഇപ്പോൾ ഈ കേക്കിൻ്റെ ബാറ്റർ കുറച്ച് തിക്കായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പാലൊഴിച്ച് ഇത് നന്നായി ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇനി ബേക്കിംഗ് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച ശേഷം ഒന്ന് നന്നായി തട്ടിക്കൊടുത്ത് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 40-45 മിനിറ്റിന് ശേഷം നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ബേക്ക് ചെയ്യുമ്പോൾ പാത്രം ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കരുത്. പിന്നെ അതിന് മുകളിൽ നല്ല വെയിറ്റുള്ള എന്തെങ്കിലും പാത്രം നന്നായി വെച്ച് കൊടുക്കുക. അപ്പം നല്ല ടീ കേക്ക് ഇവിടെ റെഡിയായി. കേക്ക് ഇപ്പം മുറിക്കായാലും നമ്മൾ നന്നായി ചൂടായ ശേഷമേ മുറിക്കാവൂ. പിന്നെ കേക്ക് ടീ കേക്കെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളത് ഇരിക്കും തോറാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ വൈകുന്നേരം കേക്ക് ഉണ്ടാക്കി പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടീ കേക്ക്, ജാക്ക് ഫ്രൂട്ട് ടീ കേക്ക് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക ഷേക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വരാം. നല്ല പഴുത്ത ചക്കയും ആവശ്യത്തിന് പഞ്ചസാരയും നല്ല തണുത്ത പാലും ഐസ് ക്യൂബും ഇട്ട് നന്നായി അടിച്ചെടുക്കുക. ചക്ക ഷേക്ക് റെഡി. പഴുത്ത ചക്ക വെച്ചിട്ടുണ്ടാക്കിയ എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതിൽ നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.